ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് എന്റെ ചന്ദ്രു പ്രസവിച്ച എന്റെ രക്തത്തിൽ പിറന്ന മക്കളെക്കാൾ ഇഷ്ടം വിനുവിനോടാ. നമ്മള് വരുന്നതേ അവര് കണ്ടു കാണും. അതാ രണ്ടും കൂടി സിറ്റ് ഔട്ടിനകത്തേക്ക് കയറി പോയത്. പിന്നെ മൂത്തമോളെ സ്വീകരിക്കാൻ ഇരിക്കായിരിക്കും. ചെന്ന് കേറി കൊടുക്ക്. പൂച്ചണ്ടില്ലേ, പൂച്ചണ്ട്, അതും നിനക്ക് തരൂ. എടാ, പൂച്ചണ്ട് എന്ന് സ്വീകരിച്ചാൽ എന്താടാ കുഴപ്പം? ഒരു മൂത്ത മോളായ എന്നെ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടോ? വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ലാന്ന് തീർത്തു പറയാം. അവരുടെ സമാധാനക്കേട് മുഴുവൻ ചേച്ചിയാ. എന്റെ വാജ് പറഞ്ഞു വരുന്നുണ്ട്. നീ നിന്റെ അച്ഛയും കൂടി എന്റെ അമ്മയെ കൊണ്ടുപോയി നരകയാതന അനുഭവിക്കുകയല്ലായിരുന്നോ? എന്നെ കൊണ്ടത് പറയിപ്പിക്കല്. നീ പറഞ്ഞപ്പോ എന്താ കുഴപ്പം? പറഞ്ഞാൽ എന്താ? പിന്നെ തുടങ്ങി. ഇതാണ് കുഴപ്പം. മനോജ്, നീ നടങ്ങ്. വസന്തേ, നമ്മൾ വന്നിരിക്കുന്നതിൽ വ്യക്തമായ ഒരു ലക്ഷ്യമായിട്ടാ. എന്ത് തന്ത്രം ഉപയോഗിച്ചും അത് നമുക്ക് നേടിയെടുക്കണം. അറിയാലോ, ഞാൻ പറഞ്ഞാൽ അച്ഛൻ മുഖവിലയ്ക്ക് പോലും എടുക്കില്ല. അത് ശരിയാ. അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണല്ലോ പ്രകാശേട്ടൻ. പന്നി. ഈ വിനുവിന് ഇവിടുന്ന് പറഞ്ഞു വിട്ട എന്റെ മാസ്റ്റർ ബ്രെയിൻ ഞാനാണെന്ന് അച്ഛനും അമ്മയ്ക്കും നന്നായിട്ടറിയാം. എന്നെ പൊള്ളിച്ചവളാ ആ മീനാക്ഷി. എവിടെ? അത് പിന്നെ ഒന്നുമില്ല. എന്നാലും വിനുവിനെ മോഷണക്കുറ്റം പറഞ്ഞ് പുറത്താക്കരുതായിരുന്നു. അത് വെറും തറയായി പോയി. അവന് സിമ്പതി. എന്നാ പിന്നെ നീ അവനെ അവളെ വിളിച്ചോണ്ട് പോയി നിന്റെ വീട്ടിൽ താമസിപ്പിച്ചോണ്ടായിരുന്നു. ഒരുമാതിരി വർത്തമാനം പറയുന്നു. വീണ്ടും തുടങ്ങി. കിളവനാകെ കലിപ്പില്ല. വിനുവിനെ ഞാൻ ഇവിടെ അടിച്ചിറക്കിയപ്പോഴേ അങ്ങേര് എന്നെ പടി തള്ളി വിട്ടേനെ. അത് ചെയ്യാത്തതേ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, സുചിത്രോടുള്ള സ്നേഹം കൊണ്ടാ. അത് ശരിയാ. നിന്റെ അച്ഛയുള്ളല്ലോ, അവളെ അമ്മായി അച്ഛനെ അമ്മായി അമ്മയെ മയക്ക് കുപ്പിയിലാക്കി വെച്ചിരിക്കുക. അല്ല, അതിന് നീയും അവളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് എനിക്കറിയണം. നിനക്കതൊക്കെ തോന്നും. ഇവിടെ നിന്ന് സഭ കൂടുന്നതേ രണ്ടാളും കണ്ടു കാണും. നമ്മൾ സഹോദരങ്ങൾ 3 പേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിലേ അതവരുടെ ഗുണഭോക്തൃവിഹിതം കൊടുക്കാനല്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അത് കറക്റ്റാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ചാവേറാവാം. ചേച്ചി രണ്ടാളെ സോപ്പിട്ട് ഒരു പരുവത്തിലാക്കണം. അപ്പൊ തന്നെ ഞങ്ങൾ കൂടി വന്നിട്ട് പതപ്പിച്ചങ്ങ് ഓക്കെ ആക്കാം. മരമണ്ടം മനോജേ, സോപ്പിടുന്ന കാര്യത്തില് ഈ വസന്ത കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോടാ ഈ വീട്ടില്? നീ വാ, ഞാൻ കാണിച്ചു തരാം. നടക്ക് നടക്ക്. അയ്യോ, ചന്ദ്രു, ഒരു സംശയം. നീ ഒരു പ്രസവത്തിൽ 2 എണ്ണത്തിനെയല്ലേ പ്രസവിച്ചുള്ളൂ? അതെന്താ? ഒരേ ഗുണമുള്ള 3 എണ്ണം വരുന്നുണ്ട്. അമ്മേ, അച്ഛാ. എങ്ങോട്ടാ? ഒരൊറ്റ എണ്ണത്തിന് എന്നെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കടക്ക് പുറത്ത്. അമ്മേ, എടാ പ്രകാശ്, മനോജ്, എനിക്കൊരു സംശയം. ഇത് നമ്മുടെ വീട് തന്നെയല്ലേ? അപ്പോ ഇത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെ. ആറ്റുകാല അമ്പലത്തിൽ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല നമ്മളോട്.
അച്ഛാ, വ്യാഴാഴ്ച അച്ഛന്റെ ബർത്ത്ഡേ ആണ്. ഇത്തവണ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നാ ഹരിത പറഞ്ഞിരിക്കുന്നെ. ഹരിതയുടെ മാത്രമല്ല അച്ഛാ, എന്റെയും പ്രകാശന്റെയും ഒക്കെ തീരുമാനം അങ്ങനെയാ. ആ പിന്നെ ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട എല്ലാരെയും വിളിച്ച് നാടറിഞ്ഞുള്ള ഒരു പിറന്നാൾ ആഘോഷം. വനജെ, MLA വിളിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. ആ ഇല്ലില്ല. നിങ്ങളൊന്ന് പോകാൻ നോക്ക്. എനിക്കൊന്ന് ഉറങ്ങണം. പിറന്നാളൊന്നും ആരും ആഘോഷിക്കുന്നില്ല. അച്ഛാ, ഇതിനൊന്നും പറയല്ലേ. ഇത്തവണ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാ. എപ്പ വന്നു എന്റെ മക്കൾക്ക് അച്ഛനോട് ഇത്ര സ്നേഹം? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മിണ്ടാപ്രാണിയായ വിനുവിനെ ഇല്ലാത്ത മോഷണക്കഥ പറഞ്ഞ് പുറത്താക്കിയപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. അമ്മേ, അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അന്നും വിനുവേട്ട എന്നെ അടിച്ചപ്പോ അച്ഛനും നൊന്തില്ലല്ലോ. ഞങ്ങളെക്കാൾ വലുതാണോ അമ്മേ ആ വിനുവേട്ടൻ? അതെ. എനിക്ക് എന്റെ ചന്ദ്രു പ്രസവിച്ച എന്റെ രക്തത്തിൽ പിറന്ന മക്കളെക്കാൾ ഇഷ്ടം വിനുവിനോടാ. മാനത്തെ കൊട്ടാ